അറിയാതെ ഒരുപാട് നീ അറിയാതെ പ്രിപ്പയർ ചെയ്ത് എന്നെ കുറിച്ച് പറയാൻ കിട്ടിയ ചാൻസ് ഒക്കെ നസ്രിയുടെ റൗണ്ടാ. നീ കേട്ടാ നിന്റെ കണ്ണ് നിറഞ്ഞോ എങ്ങനെ കൺട്രോൾ ചെയ്ത് കുറ്റം പറയാതിരുന്നു. എന്താണെന്നറിയില്ല, അതിന് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അടിയില്, ഭൂമിയുടെ അടിയില. മുടി കാണാൻ മാറ്റിയാ അല്ല, മുടി വെട്ടി. കൊള്ളാം, കുറച്ച് മെനുണ്ട് കാണാൻ. പ്രായം ഒന്നും അങ്ങനെയൊന്നും പറയില്ല. ഇതിപ്പോൾ ഇവരുടെ പുതിയ പടം നസ്രിയയും ബേസിലും ഒരുമിക്കുന്ന ഒരു പുതിയ പടത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അതിൻ്റെ പ്രൊമോഷൻ വർക്കാണ്. ഇപ്പോൾ ഈ പ്രൊമോഷന് പോകുമ്പോൾ ഇവർ ഓരോ തവണയും വേറിട്ട രീതി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബേസിൽ ഇവിടെ അത്ര കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? അയാൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അയാൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. നസ്രിയ അത്ര ഡിസ്റ്റർബ്ഡ് അല്ല. നസ്രിയ ഗോളടിച്ച് കയറുക. ബേസിനെ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കാണാറില്ല, വളരെ വിരളമാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അനുസരിച്ച് വളരെ കംഫോർട്ട് സോൺ പിടിച്ചു നിൽക്കും എത്രയൊക്കെ വന്നാലും. പക്ഷെ ഇവിടെ അദ്ദേഹം വളരെ അൺകംഫോർട്ടബിൾ ആയിട്ട് എനിക്ക് ഇവിടെ നസ്രിയ ഇട്ട വസ്ത്രത്തെക്കുറിച്ചൊക്കെ ഭയങ്കര വിമർശനം കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. പിന്നെ നസ്രിയയുടെ ക്യൂട്ട്നെസ് ഓവർ ആണെന്നുണ്ട് കമന്റ് ബോക്സിലൊക്കെ ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ട്. വസ്ത്രത്തെ വിടുക, കാരണം വെച്ചാൽ ഒരു വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ തുണി കൊടുത്തല്ലേ വന്നിരിക്കുന്നത്. വസ്ത്രം നമ്മുടെ രാജ്യത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ഇത് ഇന്ത്യയാണ്, അതുകൊണ്ട് വലിയ പ്രയാസമാണ്. പിന്നെ വെറുതെ വിമർശിക്കാൻ പോകുന്നവൻ കേടിച്ച് കിട്ടുപോകും. കൂടുതൽ ഫ്രീഡം അല്ലേ അത്? അവരുടെ പൈസയ്ക്ക് അവർ കഷ്ടപ്പെട്ട് അല്ലെ അവർ തൊഴിലില്ല, അവരുടെ അച്ഛനമ്മമാർക്ക് നൽകിയ പൈസ അല്ലെ അവരുടെ ഹസ്ബൻഡ് നൽകിയ പൈസ എന്തെങ്കിലും ആട്ടെ, നിങ്ങളുടെ നാടേ നല്ലല്ലോ മേടിക്കുന്നത്. അപ്പം അതിൻ്റെ അത് നമ്മൾ ഇടപെടുന്ന മോശമാണ്. അവർ മാന്യമായ വസ്ത്രം തന്നെ ഇട്ടിരിക്കുന്നത്, ഒരു പ്രശ്നമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം തെറിവിളി. എന്തിനാണ് ഈ തെറിവിളിക്കുന്നത്? വളരെ കമന്റ് ബോക്സിലൊക്കെ വളരെ മോശമായ രീതിയിൽ അല്ലെ വളരെ വിമർശിക്കുന്നത് ശരിയല്ല. എന്തെങ്കിലും കേട്ടെ, അവരെ സിനിമയുടെ പ്രൊമോഷൻസ് ഒക്കെ അല്ലേ, നമ്മളെന്തിനാ അതിനകത്ത് അങ്ങനെ അത്രയും വൈകാരികമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം. ബേസിലേറ്ററിന്റെ കുറച്ച് റൊമാൻറ്റിക് എക്സ്പ്രഷൻസും നസ്രിയ ചേച്ചിയുടെ ക്യൂട്ട്നെസ് എക്സ്പ്രഷൻസും അതൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നു? എന്താ പറഞ്ഞത്? ചേച്ചിയുടെ എക്സ്പ്രഷൻസും ക്യൂട്ട്നെസ്സും ഇവൻ കേട്ടിട്ടില്ലോ. ഇവൻ ചില സമയത്ത് ഇതൊക്കെ പറയൂലേ ഹീൽസ്. അപ്പം ഞാൻ ഇന്നലെ ഒരു ബന്ധമില്ലാത്ത ആൻസർ ഒക്കെ പറയാം. ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഇത് പക്ഷേ ഇല്ലേ ചേച്ചി ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഇതിന് മുന്നേ 2 ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഭയങ്കര തലയിലേക്ക് ഇത് എന്തോ പണി തരാൻ വന്നതാന്ന് എനിക്ക്. പണ്ടൊക്കെ ബേസിൽ ചേട്ടൻ മര്യാദക്ക് ഇരുന്ന് സംസാരിക്കായിരുന്നു. ചേച്ചി വന്നതിന് ശേഷമാണ് കുറച്ചു മുമ്പ് എന്നെ വെട്ടി കട്ട് ചെയ്ത് എന്തോ ചെയ്യണം എന്ന് പറഞ്ഞു. ആക്ച്വലി എന്റെ ഫാനാണ്. ഞങ്ങൾ റോ ഏജന്റ് ആയിരുന്നു. മെറിൻ ചേച്ചിന്ന് വിളിക്കണ്ട, കുറച്ച് പ്രായം കൂടുന്നതല്ലേ മെറിൻ വിളിച്ചാൽ. ഓ ഈ ഇന്നത്തെ ഇതില് എനിക്ക് എന്നെ മറ്റേ എന്തോ കിളവിയാക്കി വെച്ചിരിക്കുക. ഇതിലും കൂടുതൽ പ്രായം ആർക്കും ഇന്ന്. നസ്രിയ ചേച്ചി ഇവിടെ ഇരിക്കുമ്പോ നീ ചേച്ചിയല്ല, കുഴപ്പമില്ല. പറഞ്ഞു മുത്തപ്പ. അതെ, മെറിൻ തന്നെ വിളിക്കാം. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ് പക്ഷെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് മെറിൻ എന്നാണ്. എനിക്കറിയില്ലായിരുന്നു ഇത്രയും കണ്ടിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്. വളരെ സിമ്പിൾ ആയിട്ട് ഇവരിപ്പം ഫ്രണ്ട്സ് ആണല്ലോ. പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പിലോട്ട് ബേസിൽ പോലൊരു ക്യാരക്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആകാൻ സാധ്യതകൾ കൂടുതലാണ്. ബേസിലാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആണ്. അവരുടെ ക്രൂവിൻ്റെ ശ്രീയും അതുപോലെ ഫ്രണ്ട്ലി ആണ്. പബ്ലിക്കിൻ്റെ ഫ്രണ്ട്ലി ആണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അവരുടെ ക്രൂവിൻ്റെ അകത്ത് അവരെപ്പോഴും ഫ്രണ്ട്ലിയാണ്. പിന്നെ ബേസിക്കലി ദേ ആർ ആക്ടേഴ്സ്. അവർക്കറിയാം അവർ ഫ്രണ്ട്ഷിപ്പ് വൈബൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെ നിൽക്കാനൊക്കെ അറിയാം. പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഓവർ ക്യൂട്ട്നെസ് കാണിക്കുക, ബേസിലിനെ അങ്ങോട്ട് തേക്കുക, ബേസിൽ തിരിച്ച് ഇങ്ങോട്ട് തേക്കുക, അങ്ങ് അങ്ങോട്ട് മാറി ചളി പൊത്തുക പറയില്ലേ. ഇതൊരു മാർക്കറ്റിങ്ങിന്റെ ഭാഗം. ഓരോ തവണയും ഓരോ വ്യത്യസ്തമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്നല്ലാതെ പബ്ലിക്കിന്റെ ഇടയിലോട്ട് ഈ പടത്തെക്കുറിച്ച് എത്തിക്കാൻ പ്രയാസം. അപ്പം ആ രീതി അതിൻ്റെ സ്ട്രാറ്റജി ഇത് PR വർക്ക് പറയും. അവർ പറയും ഇന്ന പോലെ ചെയ്തോളാൻ പറയും, ഇതാണ് നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കും, ഇന്ന പോലെ ഒരു സംഗതി ഇത് നിങ്ങൾ വർക്കൗട്ട്. ചില സമയത്ത് ആ സ്ക്രിപ്റ്റ് കൈത് പോകും. ഇത് പഠിച്ചു വെച്ചൊരു സ്ക്രിപ്റ്റ് അതിന് ചിലപ്പോൾ കൈ നിർത്തിടുമ്പോൾ ചിലപ്പോൾ ചീറ്റി പോവുകയും തമ്മിൽ അതൊരു ഫൈറ്റിലോട്ട് പോവുകയും ചെയ്യുന്നത്. പൊതുവെ ഇന്റർവ്യൂ ചെയ്യുമ്പം ഈ ആങ്കറിനെ തേക്കുന്ന അല്ല ആങ്കറിനെ തേച്ച് ഭിത്തിയട്ടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ആങ്കർ ചിലപ്പം അവരുടെ പേര് മറന്നു പോകും, ആങ്കർ ചിലപ്പം വളരെ പൊട്ടിയായിട്ടിരിക്കും, ചിലപ്പോൾ ചില ആങ്കർ ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യാം. അതൊക്കെ അവരുടെ സ്ട്രാറ്റജി അവർ അപ്ലൈ ചെയ്യുന്നതാകാം. ചിലപ്പം റിയൽ ലൈഫിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. നമുക്കറിയത്തില്ല ഏതാ അവർ ഉപയോഗിക്കുന്നുള്ള PR വർക്കുകാർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും. അതൊക്കെ ഒരു പെയ്ഡ് പ്രൊമോഷൻസ് അല്ലേ കൂടുതലും. അപ്പം അങ്ങനെയൊക്കെ ഇതിപ്പോൾ രണ്ട് കൂട്ടർക്കും ഈ വീഡിയോ ഇവർക്ക് റീച്ച് കിട്ടും, അതുപോലെ ചാനലുകാർക്ക് ആങ്കറിൻ്റെ ചാനലുകാർക്കും റീച്ചാണ്, ഈ വന്നിരിക്കുന്ന ഫിലിമിൻ്റെ ആൾക്കാർക്കും റീച്ച്. ഇന്നൊക്കെ ഒരു സിനിമ മാക്സിമം ആളോട്ട് എത്തിക്കഴിഞ്ഞാൽ വലിയ സ്ട്രഗിളിംഗ് ആണ്. ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ.
ഈ നസ്രിയ നമുക്ക് പണ്ട് പോലെ കൊച്ചിലെ പോലെ നമുക്ക് അവരെ നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. നല്ല അഭിനയമുള്ള ഒരു പെൺകുട്ടി. നമുക്ക് അവരുടെ ചെയ്ത മൂവീസിലൊക്കെ അവർ നല്ല പെർഫെക്റ്റ്, അവരുടെ ക്യാരക്ടർ അവർ ഭംഗിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കല്യാണം കഴിച്ചു, ഹാപ്പി മാരീഡ് ലൈഫായിട്ടൊരു പോകുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി റയറായിട്ടൊക്കെ വരുന്നുണ്ട്. അവരുടെ പഴയ ക്യൂട്ട്നെസ് ഒക്കെ ഇപ്പോഴും ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ആക്ടിങ് ആണോ ഒന്നും നമുക്കറിയത്തില്ലല്ലോ. ഇവിടെ പൊതുവെ നസ്രിയ ഒക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഫഹദിൻ്റെ മാറ്റർ അവർ ചോദിക്കും. നമുക്കെല്ലാവർക്കും അറിയാം പുഷ്പയുടെ കാര്യം ചോദിക്കും എന്നറിയാം. ഇപ്പം ഫഹദിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നസ്രിയ ഭയങ്കര ആ ഒരു ജോളി മൈൻഡ്, ആ ഒരു ക്യൂട്ട്നെസ്സിൽ നിന്ന് മാറി ഇച്ചിരി ബോൾഡ് ആകാറുണ്ട്. അതിനെക്കുറിച്ച് ഫഹദിൻ്റെ മാറ്റേഴ്സ്, ഫഹദിൻ്റെ പ്രൊജക്റ്റുകൾ ഒക്കെ പറയുമ്പം ശ്രദ്ധിച്ചാൽ മതി. അത് ശ്രദ്ധിച്ച് കാണും, നിങ്ങളും ശ്രദ്ധിച്ച് കാണും പല ഇൻ്റർവ്യൂസിനകത്ത്. ഓക്കെ, കഴിഞ്ഞിരിക്കുന്നു. ഇനി നസ്രിയ ചേച്ചി ബേസ്ലൈറ്റിനായിട്ട് ആൻസേഴ്സ് പറയാം. അത്രയും ചീപ്പ് എനിക്ക് ആവാൻ പറ്റും. ഓക്കെ, ട്രൈ ചെയ്യാലോ. സിനിമാ സംവിധാനവും അഭിനയവും ഇത് രണ്ടും എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ മാനേജ് ചെയ്യുന്നില്ലല്ലോ. ഞാനിപ്പോ കുറെ കാലമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പം എനിക്ക് മാനേജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആക്ടറായിട്ട് മാത്രമാണ് ഞാനിപ്പോ ജീവിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഒട്ടും മാനേജ് ചെയ്യുന്നില്ല. അത് നല്ലത്. ഇനി ഉടനെ തന്നെ ഒരു അടുത്ത പടം തമാശയാണ്. ഉടനെ തന്നെ അടുത്ത പടം നമുക്ക് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കണ്ട. അഭിനയിക്കുന്ന പടങ്ങളുണ്ട്. ഹിന്ദിയിൽ ഇപ്പൊ ഒരെണ്ണം ഡയറക്റ്റ് ചെയ്യാൻ പോകും. ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നു. എന്നെ കൽപ്പിച്ചത് ഞാൻ ഇത്ര ദേഷ്യമൊന്നുമില്ല. ഞാൻ ഉത്തരം പറയാം. ഇങ്ങനെ വേണം, കണ്ടോ? നിനക്ക് ദേഷ്യം പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം. അപ്പുറത്തെങ്ങനെ മാറി അല്ലാതെ ഇന്റർവ്യൂ ഞാൻ അത് ആൻസർ ഇതിപ്പം ബേസിലായിട്ട് നസ്രിയ ആൻസർ കൊടുക്കുക, നസ്രിയായിട്ട് ബേസിൽ ആൻസർ കൊടുക്കുക. ഇത് ശരിക്കും തെളിവാരി തൂക്കുന്ന ഒരു പരിപാടിയാണ്. ബേസിൽ എത്ര ഒരു കംഫോർട്ടബിൾ ആണെന്ന് ഒരു സംശയം. അതിപ്പോൾ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്. അതാണ് ഇവിടെ ഇതൊരു ടോപ്പിക്ക് സോഷ്യൽ മീഡിയ കണ്ടമാനം സംസാര വിഷയമാണ്. അവർ സംസാര വിഷയം ആക്കിയതാണോ? നിങ്ങൾക്കൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണല്ലോ പ്രൊപ്പോസൽസ്. ഞാൻ മാത്രം ഓണസ്റ്റ് ആയിട്ട് ഇന്ന് പറഞ്ഞു. കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടി? ഞാൻ ദുബായിലായിരുന്നു. ഉറപ്പല്ലേ? ഇവർക്കൊന്നും കിട്ടിയിട്ടില്ലെന്നോ? ഇത്ര ആലോചിക്കുവോ? അല്ല ഞാൻ ഇതിലേത് പറയണമെന്ന് ആലോചിക്കുന്നത് ഒരുപാട്. ഫസ്റ്റ് നല്ലേടോ പറഞ്ഞത്? ഫസ്റ്റ് മാത്രം പറഞ്ഞാൽ മതി. ഓർമ്മയിൽ നിൽക്കുന്നതായാലും നീ ലിസ്റ്റ് ഒന്നും എടുക്കണ്ട. ഫസ്റ്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ്. അത് സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ലെറ്റർ പാസ് ചെയ്യുന്ന എനിക്ക് ഫസ്റ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഒരു പുച്ഛഭാവം. ഇനി അത് PR വർക്കിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. മറ്റുള്ളവർ അവരത്ര കംഫോർട്ടബിൾ അല്ലെന്ന് തോന്നുന്നു. നസ്രിയ പറഞ്ഞ ആ ഒരു വേർഡ് അവരെ അത്ര കംഫോർട്ടബിൾ ആക്കിയിട്ടില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലായിരിക്കാം. പണ്ടൊക്കെ നസ്രിയ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ വളരെ ഒതുക്കത്തിൽ ചോദിക്കുന്നതിനുള്ള മറുപടികൾ അവിടെ കുറച്ചുകൂടി ഒരു ടോക്കറ്റീവായി, കുറച്ചുകൂടി ഒരു എന്തൊക്കെ നസ്രിയക്ക് കൂടുതലായിട്ട് പ്ലസ് ചെയ്തിട്ടുണ്ട് ക്യാരക്ടറിൽ, പ്രസന്റേഷൻ്റെ അകത്ത്. PR വർക്കിന്റെ ഭാഗമായിരിക്കും. അങ്ങനെ PR വർക്ക് ചെയ്താലേ ഉള്ള ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് അങ്ങനെ ചെയ്യാൻ ചിലപ്പോൾ ആവശ്യപ്പെടാറുണ്ട് കേട്ടോ. അത് ലൗഡ് ആകാൻ ചിലരോട് ആവശ്യപ്പെടും. നമ്മുടെ ഷൈൻ ടോം ഒക്കെയാണ് പെട്ടെന്ന് ലൗഡായിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. ആങ്കേഴ്സിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചിലർ ശോകമായിരിക്കും. ഡിപ്പെൻസ് അപ്പോൺ ഈ PR വർക്ക് എങ്ങനെയാണ് അതിനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്ന് കുറച്ചുകൂടി നല്ല ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവർ PR എടുത്തിട്ടുണ്ടോ PR ഇല്ല എന്നുള്ളതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ പ്രൊഡക്ഷൻ സൈഡ്. ബിസിനസ് എപ്പോഴും ഫിലിമിന്റെ ഒരു പ്രൊമോഷൻ പ്രൊഡക്ഷൻ സൈഡിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു എമൗണ്ട്. കാരണം ഇത് എങ്ങനെയുള്ള ഒരു 10 പേരുടെ മുമ്പിൽ എത്തിക്കണ്ടേ? ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ നമുക്കറിയാം പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, ഡബിങ്, എഡിറ്റിംഗ്, മറ്റ് മിക്സിങ്, സൗണ്ട് എല്ലാം കഴിഞ്ഞ് VFX ഒക്കെ കഴിഞ്ഞ് തിയേറ്ററിൽ വന്ന് ഇരുന്ന് അത് തിയേറ്ററിൽ ഒരു ഡേ കളിക്കാൻ കിട്ടുക, ഒരു 2 ആഴ്ച ഇത് കളിച്ച് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കി അല്ലെങ്കിൽ അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി അത് OTT പ്ലാറ്റ്ഫോമിൽ കൊടുത്ത് ഊരിയെടുത്ത് പോക്കറ്റിൽ വെക്കുന്നത് നല്ല സ്ട്രഗ്ലിംഗ് ആണ്. അതാണ് ഇന്നിപ്പോൾ നേരിടുന്ന പ്രശ്നം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.